നാരായണ 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 സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപതേരഖിലം മധുരം വചനം മധുരം ചരിതം മധുരം വസനം മധുരം വലിതം മധുരം ചലിതം മധുരം ഭമിതം മധുരം മധുരാധിപതേരഖിലം മധുരം വേണുർമധുരോ രേണുർമധുരാ പാണിർമധുരാ പാദൗ മധുരൗ നൃത്തം മധുരം സഖ്യം മധുരം മധുരാധിപതേരഖിലം മധുരം ഗീതം മധുരം പീതം മധുരം ഭുക്തം മധുരം സുപ്തം മധുരം രൂപം മധുരം തിലകം മധുരം മധുരാധിപതേ അഖിലം മധുരം കരണം മധുരം തരണം മധുരം ഹരണം മധുരം സ്മരണം മധുരം വമിതം മധുരം ശമിതം മധുരം മധുരാധിപതേരഖിലം മധുരം ഗുഞ്ജാ മധുരാ മാലാ മധുര യമുനാ മധുരാ വീജിർമധുരാ സലിലം മധുരം കമലം മധുരം മധുരാധിപതേരഖിലം മധുരം ഗോപി മധുരാ ലീലാ മധുരാ യുക്തം മധുരം ഭുക്തം മധുരം ദൃഷ്ടം മധുരം ശിഷ്ടം മധുരം മധുരാധിപതേരഖിലം മധുരം ഗോപാ മധുരാ ഗാവോ മധുരാ യേഷ്ഠിർമധുരാ സൃഷ്ടിർമധുരാ ദളിതം മധുരം ഫലിതം മധുരം മധുരാധിപതേരഖിലം മധുരം അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപതേരഖിലം മധുരം മധുരാധിപതേരഖിലം മധുരം മധുരാധിപതേരഖിലം മധുരം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ത്രിമൂർത്തിശക്തിസംഭൂതാം ശ്രീവിദ്യാമന്ത്രമാതൃകാം ശ്രീചക്രമധ്യനിലയാം ധ്യായേൽ മൂകാംബികാം സദാ. നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ
ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ജന്മാദ്യസ്യേതോന്മയാതിതരതശ്ചാക്തേഷഭിജ്ഞസ്വരാൾ തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഖ്യന്തിയൽ സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി സത്യം പരം ധീമഹി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരേൽ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീസരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. എല്ലാ സജ്ജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. മള്ളിയൂർ ഭാഗവത ഗുരുനാഥൻ്റെയും എൻ്റെ ഗുരുനാഥൻ്റെയും ഒക്കെ അനുഗ്രഹം കൊണ്ട് ഗുരു കാരണവന്മാരുടെയും ഒക്കെ എന്തെന്നില്ലാത്ത അനുഗ്രഹം ഒരിക്കൽ കൂടി ഈ മള്ളിയൂർ മുറ്റത്ത് ഈ പുണ്യഭൂമിയിൽ വരാനൊരു മഹാഭാഗ്യം. അല്പനേരം കൂടി ഭഗവാനെ ഒന്ന് സ്മരിക്കാൻ എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും മതി വരാത്ത കൃഷ്ണലീലകൾ അതിങ്ങനെ എത്രയോ കാലങ്ങളായി ആ തീർത്ഥത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കണു. ഭാരതം മുഴുവനും മറ്റൊരു കുംഭമേളയ്ക്ക് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളും അതേപോലെ തന്നെ ഭാഗവത കഥകളാകുന്ന ആ തീർത്ഥത്തിൽ ആറാടിക്കൊണ്ട് നമ്മളും പരമാനന്ദം അനുഭവിക്കുകയാണ്. എത്രയോ കാലങ്ങളായി നമ്മളിത് അനുഭവിക്കണു. അനുഭവിക്കും തോറും പോരാന്നുള്ളൊരു തോന്നൽ. പരീക്ഷിത്ത് എന്നൊരു ജീവൻ എല്ലാം വെടിഞ്ഞുകൊണ്ട് പരിപൂർണമായിരിക്കുന്ന ത്യാഗത്തിൽ കൂടി വിരാഗത്തിൽ കൂടി അദ്ദേഹം എത്തിപ്പെട്ടത് നല്ലൊരു ഗുരുനാഥൻ്റെ മുമ്പിൽ. ശുഗോനാമ മഹാതേജ സ്വരൂപാനന്ദ തൽപര. തൻ്റെ സ്വരൂപത്തിൽ തന്നെ മനസ്സിനെ ഉറപ്പിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ആ ആത്മാരാമൻ്റെ മുമ്പിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ ഒന്ന് മാത്രമുള്ളൂ. അനവധി കഥകളിൽ കൂടി കൈപിടിച്ച് കൊണ്ടുപോയി അവസാനം കൊണ്ടെത്തിച്ചു കൃഷ്ണാവതാരത്തിൽ. തം അത്ഭുതം ബാലകം. അത്ഭുതമായിരിക്കുന്ന സ്വരൂപം, അത്ഭുതമായിരിക്കുന്ന ലീലകൾ, അത്ഭുതമായിരിക്കുന്ന ഭാവങ്ങൾ, സർവത്ര അത്ഭുതം അത്ഭുതം അത്ഭുതം. അതാണ് ഭാഗവതത്തിന് പറയാനുള്ളതെല്ലാം. നരസിംഹാവതാരം പറഞ്ഞപ്പോൾ ശ്രീശബ്രഹ്മർഷി പറഞ്ഞു, അത്യത്ഭുതം രൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. അത്യത്ഭുതമാണ് ഭഗവാന്റെ രൂപം എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ ശ്രീശബ്രഹ്മർഷി പറഞ്ഞു, അത്യത്ഭുതമല്ലാട്ടോ, യോക്ഷിരൂപമനിർദ്ദേശ്യം ദദാര പരമാത്ഭുതം. ആ മോഹിനി രൂപത്തിനെ കണ്ടപ്പോൾ അദ്ദേഹം പറയാണ്, ഇതാണ് അത്ഭുതം, അത്യത്ഭുതത്തിനേക്കാൾ വലുത് പരമാത്ഭുതം. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതും അദ്ദേഹം പറഞ്ഞു, ഇതുമല്ല അത്ഭുതം. തമത്ഭുതം ബാലകമംബുജേക്ഷണം. എന്ത് രസമാണ്! സാക്ഷാൽ ബ്രഹ്മം, നിർഗുണമായിരിക്കുന്ന ആ സച്ചിദാനന്ദ വസ്തു ഇവിടെ ദാ പൊന്നുണ്ണിക്കണ്ണനായിട്ട് അമ്പാടിയിൽ ഓടി നടക്കണു തൻ്റെ കുഞ്ഞുകാലുകൾ വെച്ചുകൊണ്ട്. ഈ ഭൂമിക്ക് മഹീമംഗളഭൂയിഷ്ഠ പുരഗ്രാമപ്രജാകര നദ്യപ്രസന്ന സലിലാഹൃദാ ജലരുഹശ്രിയ. എന്താ ഭൂമിക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം? ആ ബ്രഹ്മം എൻ്റെതാ മാകുടത്തിൽ കുഞ്ഞുകാൽ വെച്ച് ഓടി നടക്കണുണ്ടല്ലോ. എന്തെന്നില്ലാത്ത ആനന്ദം ഭൂമി അനുഭവിക്കുമ്പോൾ ആ ഭൂമിയിൽ ജനിച്ച സകല ചരാചരങ്ങളും ഏതെല്ലാം പ്രാണിവർഗങ്ങളുണ്ടോ അവരെല്ലാം അനുഭവിച്ചു ആ കൃഷ്ണാനന്ദം.
ആ കൃഷ്ണായനത്തിൽ കൂടി അവരെല്ലാം സഞ്ചരിച്ചു. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ കേൾക്കേണ്ടായി എത്രയോ സുകൃതികൾ കംസൻ്റെ കൂടെ നിന്നുകൊണ്ട് എന്തെല്ലാം കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം ആ കംസൻ തന്നെ അതിനുള്ള വഴി കാണിച്ചു കൊടുത്തു. പൊക്കോളൂ, എൻ്റെ കൂടെ നിന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല, കൃഷ്ണാന്വേഷണമാണ് നിങ്ങൾക്കുള്ള ജോലി. പ്രലംബപക ചാണൂര തൃണാവർത്ത മഹാശനൈ മുഷ്ടികാരിഷ്ടദിവത പൂതനാ കേശിധേനുകൈ. അനവധി ആളുകളെ പറഞ്ഞയച്ചു. എവിടെയാണ് ശ്രീകൃഷ്ണാവതാരം നടന്നത്? കൃഷ്ണനെ കണ്ടുപിടിക്കൂ, കൃഷ്ണനിൽ എത്തിച്ചേരൂ, നിങ്ങൾ ഓരോരുത്തരും എന്നിൽ നിന്ന് വിട്ടുപൊക്കോളൂ എന്നൊരു ഭാവം. കാരണം എന്താ? ചിന്തയാനോ ഋഷികേശം അപശ്യം. സദാസമയത്തും മറ്റൊന്നും കാണാതെ കണ്ട് ഭഗവാനെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കംസന് തൻ്റെ കൂടെയുള്ളവർ ഒരു ശല്യമായിട്ട് മാറിയോ എന്നൊരു സംശയം. അതുകൊണ്ട് എല്ലാവരെയും പറഞ്ഞയച്ചു, നിങ്ങൾ കൃഷ്ണാവതാരം കണ്ടെത്തൂ, എവിടെ ഭഗവാൻ അവതരിച്ചു. എല്ലാവരും കൃഷ്ണാവന അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ കംസൻ തന്നിലേക്ക് ഒതുങ്ങി തൻ്റെ അടുത്ത് തന്നെ പൊന്നുണ്ണിക്കണ്ണനെ കാണാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം. ഇവിടെ ഓരോരുത്തരും അന്വേഷിച്ച് പോയവരാരും തിരിച്ചു ചെന്ന് പറഞ്ഞില്ല, കൃഷ്ണൻ ഇങ്ങനെയാണ് കേട്ടോ, ഈശ്വരൻ ഇതാണ് കേട്ടോ ഭഗവാന്റെ ഭാവം. അത് പറഞ്ഞു കൊടുക്കാൻ ആർക്കും സാധിച്ചില്ല. കണ്ടവർ ആ പൊന്നുണ്ണിക്കണ്ണനിൽ ലയിച്ചു ചേർന്നു, പൂതന മോൾക്കെല്ലാവരും. അങ്ങനെ എത്രയോ ആളുകൾ ഇവിടെ നേരത്തെ നമ്മൾ കേട്ടു, ബ്രഹ്മദേവനും ഭഗവാന്റെ പാദത്തിലേക്ക് എത്തിച്ചേർന്നു. കാണുന്നതൊക്കെ അവിടുത്തെ സച്ചിദാനന്ദ രൂപമായിട്ട് അനുഭവപ്പെട്ടു. ഇതാണ് ഭാഗവതത്തിൻ്റെ ലക്ഷ്യവും. നമ്മളെ കൊണ്ടുപോയിട്ട് എന്തെന്ത് കാണുന്നതോ യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ. കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും എല്ലാം നാരായണനാക്കി തീർക്കുക. അതാണ് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം. മറ്റൊരു ചിന്തയ്ക്ക് ഇട കൊടുക്കാതെ കണ്ട് പരിപൂർണമായിട്ട് ആ ബ്രഹ്മത്തിലേക്ക് ലയിച്ചു ചേരുക. ആലയം നേരത്തെ പറഞ്ഞല്ലോ, അമൃതമായിരിക്കുന്ന ആ ആലയം, ആ അമൃതത്തിലേക്ക്, ഒരിക്കലും മൃതമല്ലാത്ത ഒരവസ്ഥയിലേക്ക്, അമൃതമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ശരീരമല്ല നമ്മുടെ മനസ്സിനെ കൊണ്ടെത്തിക്കണം. അതിലേക്ക് ലയിപ്പിക്കുകയാണ് അതിൻ്റെ ലക്ഷ്യം. ഇങ്ങനെ എത്ര കഥാപാത്രങ്ങളെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും മറ്റൊരാൾ ഭഗവാൻ കൂട്ടുകാരോടൊപ്പം പശുക്കളെയും പശുക്കുട്ടികളെയും ഒക്കെ മേയിച്ചുകൊണ്ട് എല്ലാവരുടെയും നാഥനായിട്ട് ആ വൃന്ദാവനത്തിൻ്റെ വനങ്ങളിൽ കൂടി കാളിന്തി തീരത്ത് കൂടിയുള്ള സഞ്ചാരം എന്ത് രസമായിട്ടാണ് ഭാഗവതം നമുക്ക് വർണ്ണിച്ചു തരിക. എല്ലാം മറന്ന് പൈക്കളും പൈക്കുട്ടികളും ഗോപബാലന്മാരും എല്ലാവരും കണ്ടത് മതിയായില്ല, നിന്നെ അലങ്കരിച്ചത് മതിയായില്ല, അഹം പൂർവം. ഓരോരുത്തർക്കും ചിന്ത അതായിരുന്നു. ഭഗവാനെ അലങ്കരിച്ചിട്ടോ, അവിടുത്തെ പൂജിച്ചിട്ടോ, അവിടുത്തെ പ്രദക്ഷിണം വെച്ചിട്ടോ, നമസ്കരിച്ചിട്ടോ മതിയാവാത്ത എത്ര ഗോപാലന്മാർ, എത്ര ഗോപസ്ത്രീകൾ, കാട്ടിലെ കാള സ്ത്രീകൾ പോലും. അങ്ങനെ എല്ലാവർക്കും നാഥനായിട്ട് എല്ലാവരെയും തന്നിലേക്ക് ലയിപ്പിച്ചു കൊണ്ടുള്ള ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന വൃന്ദാവന ലീലകൾ വർണ്ണിക്കുമ്പോഴാണ് കാളിന്തി എന്ന ആ സ്നേഹസുന്ദരമായിരിക്കുന്ന നദി. കാളിന്തി എന്ന് പറയുമ്പോൾ തന്നെ കളിന്ദൻ്റെ പുത്രി, സൂര്യൻ്റെ പുത്രിയായിരിക്കുന്ന ആ കാളിന്തി, അത് ശുദ്ധമായിരിക്കുന്ന പ്രേമമാണ്, സ്നേഹമാണ്. എന്നിട്ടും അതിലെന്ത് വന്നു പെട്ടു? അതിൽ വിഷം വന്നു. എല്ലാവരും ആ കാളിന്തിയിലെ ജലം സ്പർശിച്ചതേ ഉള്ളൂ. അതോടുകൂടി തന്നെ പലരും വീഴുന്ന കാഴ്ചകൾ കാണുമ്പോൾ ഈക്ഷയാ അമൃതവർഷിണ്യാ സ്വനാഥാൻ സമജീവയൽ, തൻ്റെ അമൃതവർഷം പൊഴിയുന്ന ആ തൃക്കണ്ണുകളെ കൊണ്ട് ഒന്ന് കടാക്ഷിച്ചു. അതേ വേണ്ടു. നമ്മളൊക്കെ ഈ കൂടിയിരിക്കുന്നതും ഈ ഭാഗവതം ഇതേപോലെ ചെയ്യുന്നതും എല്ലാം തന്നെ ഈ അമൃതവർഷം പൊഴിയുന്ന കണ്ണുകളെ കൊണ്ട് ഭഗവാന്റെ ഒരു ദൃഷ്ടി, ഒരു കരുണാകടാക്ഷം, ഒരു കള്ളനോട്ടം, അത് മതി നമുക്ക്. എല്ലാ പ്രാരബ്ധങ്ങളും എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതെ കണ്ടാക്കി തീർക്കാൻ.
ശ്രീഹരേ ദർശനം കുരു ദുഃഖദാരിദ്ര്യഹരണം. ശ്രീഹരേ ദർശനം കുരു. ഒന്ന് കണ്ടാലേ മതി ഭഗവാനെ, ഒന്ന് കേട്ടാലേ മതി, നമ്മുടെ മനസ്സിലുള്ള താപങ്ങളൊക്കെ ഇല്ലാതെ കണ്ടായിത്തീരണു. ഇവിടെ സകല ആളുകൾക്കും ആ ഭഗവാൻ തൻ്റെ അമൃതവർഷങ്ങളെ കൊണ്ട് ജീവനെ കൊടുത്തു എന്ന് മാത്രമല്ല, എന്ത് പുണ്യം ചെയ്തു എന്നാണ് ഭാഗവതം പറയുക, ആ കാളിയൻ പോലും. കാരണം ഏതോ ഒരു ജന്മത്തിലെ പുണ്യം കൊണ്ട് വൃന്ദാവനത്തിലേക്ക് വന്ന് പെടാനൊരു ഭാഗ്യം. അതുമാത്രമല്ല, തൻ്റെ സ്വതസിദ്ധമായിരിക്കുന്ന ഭാവങ്ങൾ, ആ വിഷം എല്ലാവർക്കും അദ്ദേഹം കൊടുക്കണ്ടെങ്കിലും മനസ്സ് മുഴുവനും അദ്ദേഹത്തിൻ്റെ എന്തായിരിക്കും, കൃഷ്ണനെ കാണാൻ പറ്റുമോ എപ്പോഴെങ്കിലും? ജീവിതത്തിങ്കൽ ഒരിക്കലവിടുത്തെ കേശാദിപാദം ഞാനെന്നു കാണും. പ്രാണൻ വെടിഞ്ഞങ്ങു പോകുന്നതിൻ മുമ്പേ പ്രാണനാഥനെ ഞാനിന്നു കാണും. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. എത്ര 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 ആളുകൾ മോഹിച്ചിട്ടുണ്ടാവും, എത്രയോ ജന്മങ്ങളിലായിട്ട്. അതിൻ്റെ പുണ്യം ആ കാളിയനും വന്നു പെട്ടു വൃന്ദാവനത്തിൽ കണ്ണനെ പ്രതീക്ഷിച്ചുകൊണ്ട്. അത് വെറുതെ ആവില്ലല്ലോ. എപ്പോഴെങ്കിലും ഒരു മോഹം ഗുരുവായൂരപ്പനോട്, കണ്ണാ ഏതെങ്കിലും ജന്മത്തിൽ നിന്നെ ഒന്ന് കാണാൻ സാധിക്കുമോ? തസ്യൈവമേ സൗഹൃദ സഖ്യ മൈത്രി ദാസ്യം പുനർ ജന്മനി ജന്മനി സ്യാൽ. ഏതെങ്കിലും ജന്മത്തിൽ ഗുരുവായൂരപ്പ നിന്നോടൊന്ന് ചേരാൻ, നിൻ്റെ കഥകളൊന്ന് കേൾക്കാൻ, ഒന്ന് പാടാൻ, അല്പം നേരം നാമം ജപിക്കാൻ. ആ മോഹം ഏതോ ജന്മത്തിൽ വച്ചതിൻ്റെ പുണ്യമാണ് ഇന്ന് നമുക്ക് ഇതേപോലെ വന്നിരിക്കാൻ സാധിക്കണതെല്ലാം. എന്തെല്ലാം എന്തെല്ലാം കോലാഹലങ്ങൾ നാട്ടിൽ നടക്കുമ്പോഴും അതിൽ നിന്നൊക്കെ മാറി നമുക്ക് ഇതേപോലെ ഒരു സത്സംഗം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അന്ന് ഏതോ ജന്മത്തിൽ ചെയ്ത പ്രാർത്ഥനയുടെ ഫലം, ഭഗവാന്റെ എന്തെന്നില്ലാത്ത കാരുണ്യ വർഷം, അത് തന്നെയാണ് നമുക്കിത് അവിടെ കൂടാൻ സാധിച്ചതും. ഇവിടെയും ആ കാളിയനും ഏതോ ചെയ്തതായിരിക്കുന്ന ആ പുണ്യം കൊണ്ട് കാളന്തിയിൽ വന്ന് പെടുമ്പോഴും അദ്ദേഹത്തിൻ്റെ നോട്ടം മുഴുവനും എന്ന് വരും കൃഷ്ണൻ, എന്ന് വരും തൻ്റെ കണ്ണൻ, ഒന്ന് ആലിംഗനം ചെയ്യാൻ, ഒന്ന് തൻ്റെ ശിരസിൽ ആ കുഞ്ഞിക്കാൽ വെച്ചൊന്ന് നൃത്തം ചെയ്യാൻ. അവനും മോഹിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ, അല്ലേ? അഹല്യയ്ക്ക് മോക്ഷം കൊടുത്ത ആ കുഞ്ഞിക്കാലുകൾ തൻ്റെ ശിരസിലും ആ മഹാബലിയുടെ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ച ആ പുണ്യതൃപ്പാദങ്ങൾ അടിയൻ്റെ ശിരസിലും ഒന്ന് വയ്ക്കില്ലേ കണ്ണാ? എപ്പോഴെങ്കിലും ഒരു മോഹം ആ കാളിയനും വച്ചിട്ടുണ്ടാവും. നമ്മൾ കാണുമ്പോഴൊക്കെ വിഷം ചീറ്റുന്ന ഒരു ദുഷ്ടകഥാപാത്രമായിട്ട് നമ്മൾ കാണും. ഭാഗവതം ഭക്തി, ആ ഭാഗവതം ജ്ഞേയം, ഭാഗവതം ഭക്തിയോടുകൂടി കാണണം. അപ്പോഴാണ് ഇവിടെ ദുഷ്ടകഥാപാത്രങ്ങളില്ല, എല്ലാം നന്മ മാത്രമേ ഉള്ളൂ. നന്മയല്ലാതെ കണ്ട് മറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ കാളിയൻ്റെ മോഹം സാധിച്ചു കൊടുക്കാൻ ഭഗവാൻ അങ്ങോട്ട് ചെല്ലുക. രാമനെ കൂടാതെ കണ്ട്, ആരോടും ആലോചിക്കാതെ കണ്ട്, ആരോടും പറയാതെ കണ്ട് തന്നെ ആ പൊന്നുണ്ണിക്കണ്ണൻ ഓടിച്ചെന്നു. വളരെ പ്രഭാതത്തിൽ തന്നെ കാളിന്തി തീരത്തുള്ള കടമ്പുകുക്ഷൻ്റെ മുകളിൽ അങ്ങോട്ട് കയറി തൻ്റെ പീലിത്തിരുമുടിയും അരമണികളും കിങ്ങിണികളും തൻ്റെ ഭക്തനൊന്ന് കാണാതെ തൻ്റെ മനോഹരമായിരിക്കുന്ന രൂപം എന്താ അഴക്! പീലികൾ തിരുകിയ വാർമൂടിയിൽ കെട്ടും നല്ല അതിമനോഹരമായിരിക്കുന്ന ആ പീലിത്തിരുമുടിയും ഗോപിക്കുറിയും അളകങ്ങൾ വീണ് കിടക്കുന്ന ആ തിരുനെറ്റിയും ആ പുഞ്ചിരിക്കുന്ന തിരുമുഖവും എന്ന് വേണ്ട ആ വേണുവും മഞ്ഞപ്പട്ടും അരമണികളും കിങ്ങിണികളും പാദസരങ്ങളും വളകളും തളകളും മോതിരങ്ങളും എന്തൊരഴകാണ് അവിടുത്തെ കാണാൻ. ആ അമ്പാടി മണിക്കുട്ടനെ കാണാനുള്ള മോഹം ഭഗവാൻ അതേപോലെ തന്നെ തൻ്റെ കാളിയനെ കാണിച്ചു കൊടുക്കണമെന്ന് തോന്നി. ഭഗവാനെ എപ്പോൾ കാണുന്നോ ആ നിമിഷം നമ്മുടെ ഉള്ളിലെ രാഗദ്വേഷാദികളാകുന്ന എന്തെല്ലാം വിഷം, എന്തൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ടോ
നമ്മുടെ ജീവിതത്തിൽ വിഷമങ്ങൾ ഉണ്ടാക്കണ്ടോ? അതെല്ലാം പുറമേ നിന്നൊരാൾ തരണതല്ല, എല്ലാം എൻ്റെ ഉള്ളിലുള്ളത് തന്നെയാണ്. എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ രാഗദ്വേഷാദികളല്ലേ എനിക്ക് ദുഃഖം തരണതെല്ലാം. അതെല്ലാം പോയി മറയാൻ എന്തേ ഒരു മാർഗം? ഭഗവാനെ തൻ്റെ ഹൃദയത്തിൽ, തൻ്റെ ബുദ്ധിയിൽ, തൻ്റെ കണ്ണിൽ, ഹസ്തേ ച കൃഷ്ണ, ചിത്തേ ച കൃഷ്ണ, നയനേ ച കൃഷ്ണ, സകലേ ച കൃഷ്ണ. നമ്മുടെ കണ്ണിലും നമ്മുടെ നാക്കിലും നമ്മുടെ നോട്ടത്തിലും നമ്മുടെ മനസ്സിലും എല്ലാം 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 കൃഷ്ണ. ആ ഒരു ഭാവം അത് മാത്രമേ വേണ്ടൂ. ഇവിടെ ആ കാളിയൻ അത് മോഹിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അതേ അതിമനോഹരമായിരിക്കുന്ന സ്വരൂപത്തിൽ വെളുപ്പാങ്കാലത്തല്ലേ ഭാഗവതം പറഞ്ഞു, യശോദാമ്മ കുളിപ്പിച്ചിട്ടുണ്ടാവില്ല, ഒരു വേഷവും അണിയിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് കൃഷ്ണൻ്റെ രൂപം. എഴുന്നേറ്റ് വരുമ്പോൾ പീലിത്തിരുമുടി തൂങ്ങിക്കിടന്നുണ്ടാവും. ഗോപിക്കുറി ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പട്ടുകോണം എടുത്തിട്ടുണ്ടോ എന്നറിയില്ല. ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ വരവെങ്കിലും ഗോപികമാരുടെ മുമ്പിലൊക്കെ ചെല്ലുക ഭഗവാൻ അങ്ങനെയാണ്. യാതൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ പീലി കിരീടവും കുണ്ടലവും മണിത്താലികളും ചാർത്തിടാതെ ചേലിൽ കിലുങ്ങുന്ന കിങ്ങിണിയില്ലാതെ പീതാംബരമുടുക്കാതെ തീരെ അലങ്കാരമില്ലാതൊരു പട്ടുകോണകം പോലുമില്ലാതെ അമ്പാടിക്കണ്ണാ നീ നാണിച്ചു നിൽക്കുമ നിൽപ്പൊന്നു കാണാനും മോഹം, നിൽപ്പൊന്നു കാണാനും മോഹം. ഇങ്ങനെയാണ് ഗോപികമാരുടെ മുമ്പിൽ ചെല്ലുക. വെളുപ്പാങ്കാലത്തെ ചെന്ന് വാതിക്ക മുട്ടി വിളിക്കും, ഗോപിക്കേ എന്ന് പറഞ്ഞ് വിളിക്കും. ഗോപികമാർ പ്രഭാതത്തിൽ വാതിൽ തുറന്ന് നോക്കുമ്പോൾ പീലിത്തിരുമുടിയില്ല, പട്ടുകോണകമില്ല, പീതാംബരപ്പട്ടുമില്ല, ഒന്നുമില്ലാതെ കണ്ട് അങ്ങനെ തല കുമ്പിട്ട കുഞ്ഞിക്കൈ ഇങ്ങനെ നീട്ടും. എനിക്ക് തരുമോ, വെണ്ണ തരുമോ, എനിക്ക് പാല് തരുമോ? ആ ഉണ്ണികൃഷ്ണൻ ഇപ്പം കാളിയൻ എന്ന ഭക്തൻ്റെ അടുത്തേക്ക് എന്നപ്പോഴേക്കും ആ ഭാവമൊക്കെ ഒന്ന് മാറിയെന്നാണ്. വെളുപ്പാങ്കാലത്ത് തന്നെ എന്നാൽ പിന്നെ കിരീടമൊക്കെ ധരിച്ചിട്ട് പോവാം. പീലിത്തിരുമുടിയും ഗോപിക്കുറിയും ഓടക്കുഴലും പീതാംബരപ്പട്ടും മരമണിയൊക്കെ ആയിട്ട് അങ്ങനെ മോഹിച്ചിട്ടുണ്ടാവും കാളിയൻ ചിലപ്പോൾ. അതുകൊണ്ട് ആ രൂപത്തിലേക്ക് അവിടെ ചെന്നു എന്ന് മാത്രമല്ല, ആ ഹൃദയത്തിലേക്ക് ഒരു ചാട്ടം അത്രേ ഉണ്ടാവുള്ളൂ. ദുഷ്ടനിഗ്രഹത്തിന് വേണ്ടിയാണ് ഭഗവാൻ അവതരിച്ചത്. ദുഷ്ടന്മാരെ കൊല്ലാനല്ല, അവരുടെ ഉള്ളിലുള്ള അധർമ്മത്തിനെ എടുത്ത് കളയാം, അവരെല്ലാം നല്ലതാക്കി തീർക്കുക. അതാണ് ഭഗവാന്റെ അവതാര ലക്ഷ്യം മുഴുവനും. എത്ര ഓടയിൽ കിടക്കുന്ന വെള്ളമായിക്കോട്ടെ, സൂര്യൻ എന്ത് ചെയ്യണു? ആ ഓടയിലെ വെള്ളത്തിനെ കൂടി നീരാവിയാക്കി മാറ്റി നമുക്ക് കുടിക്കാൻ പാകത്തിന് കിണറ്റിലേക്ക് വീഴ്ത്തണില്ലേ? അത് തന്നെയല്ലേ ഗുരുവായൂരപ്പനും ചെയ്യണതെല്ലാം. ഭഗവാന്റെയും ഡ്യൂട്ടി അത് തന്നെയാണ്. ഒരാളെയും കൊന്നില്ല ഭഗവാൻ, ഒരാളെയും കൊല്ലിച്ചട്ടുമില്ല. രാവണനെ കൊന്നോ? രാമൻ എപ്പോഴെങ്കിലും കൊന്നു എന്ന് പറയണത് നമ്മളാണ്. അവിടുത്തെ വധിക്കാൻ പറ്റില്ല. ആ രാവണനെ കണ്ടപ്പോൾ രാമനുണ്ടായ ആശ്ചര്യം എത്രമാത്രം സന്തോഷമായി. രാമനും മാരീചനും ഓരോരുത്തരെയും നോക്കിക്കോളൂ, എല്ലാവരുടെ മനസ്സിലൊന്ന് മാത്രമേ ഉള്ളൂ, ഉള്ളിലുള്ള ഈ അജ്ഞാനത്തിനെ, അവിദ്യയെ, ഈ രാഗദ്വേഷാദികളെ, എനിക്ക് ദുഃഖമുണ്ടാക്കുന്ന ഇതിനെ കളയാൻ എന്നെക്കൊണ്ട് സാധിക്കില്ലല്ലോ കണ്ണാ. ഭഗവാൻ നരസിംഹമൂർത്തിയായിട്ട് വന്ന് ആ ഹിരണ്യകശിപുവിൻ്റെ ഉള്ളിലുള്ളതിനെയൊക്കെ മാന്തി പറിച്ച് ദൂരെ കളഞ്ഞു. വെറുതെ തലോടിയാൽ പോകില്ല എന്ന് അവിടത്തേക്ക് അറിയാം. അത്രമാത്രം കട്ടിയായിട്ടാണ് നമ്മുടെ ഉള്ളിൽ രാഗദ്വേഷാദികൾ ഈ മലം കിടക്കണതേ. ഭഗവാൻ കൂർത്ത നഖങ്ങളെ കൊണ്ട് അതൊക്കെ മാന്തിക്കളഞ്ഞു. എന്നിട്ട് ആ ഹിരണ്യകശിപുവിനെ തന്നോളം അല്ല, തന്നേക്കാൾ മേലെയാക്കി മാറ്റി. എത്ര പുണ്യം ചെയ്തു അദ്ദേഹം! അതല്ലേ പ്രഹ്ലാദന് സന്തോഷമായത്. എൻ്റെ അച്ഛന് സൽഗതിയെ കൊടുത്തില്ലേ? എങ്ങനെയുള്ളവരായിക്കോട്ടെ, എങ്ങനെയുള്ള മനസ്സായിക്കോട്ടെ, ഭഗവാൻ ചേർത്ത് നിർത്തും. അവിടുത്തെ അടുത്തേക്ക് ഏതെങ്കിലും തരത്തിൽ എത്തിയാൽ മാത്രം മതി. ഇവിടെ കാളിയനെ അനുഗ്രഹിക്കാൻ വേണ്ടിക്കൊണ്ട് ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയപ്പോഴേക്കും സ്വതേ തന്നെ ജലത്തിനൊരു ഗുണമുണ്ട്, നല്ല ശൈത്യം. അതുമാത്രമല്ല, ആ നല്ല മാന്ദ്യം, നല്ല സൗരഭ്യം,
നല്ലൊരു നദിയുടെ തീരത്ത് ചെന്നാൽ നമുക്ക് കിട്ടുന്നത് അങ്ങനെയല്ലേ, നല്ല ശൈത്യമായിരിക്കുന്ന കാറ്റ്, നല്ല സൗരഭ്യം, ധാരാളം പൂക്കളൊക്കെ അതിൻ്റെ തീരത്ത് നിൽക്കണമെങ്കിൽ അതിൽ നിന്ന് തട്ടി വരുന്ന വായു, ഇങ്ങനെ അതിമനോഹരമായിരിക്കും ഓരോ നദികളും. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. വിഷം കൊണ്ട് തന്നെ കരയിൽ നിൽക്കുന്ന സകലതും കരിഞ്ഞു പോയിരിക്കുന്ന ഒരവസ്ഥ. ഇത് കണ്ടപ്പോൾ തന്നെ ഭഗവാൻ വിചാരിച്ചു, കാളിയൻ്റെ ഉള്ളിലെ ഈ വിഷം നീക്കേണ്ടത് എൻ്റെ ചുമതലയല്ലേ. ഗുരുവായൂരപ്പൻ്റെ ഭാവം അതാണ്. എൻ്റെ ഭക്തനെ എന്നോടൊപ്പം ആക്കേണ്ടത് എൻ്റെ ചുമതലയാണെന്നൊരു ഭാവം അവിടത്തേക്കുണ്ട്. അതുകൊണ്ട് ആ ഹൃദയത്തിലേക്ക് ചാടിയപ്പോഴേക്കും അതിഭയങ്കരമായിരിക്കുന്ന ആ ചാട്ടം പുരുഷസാരനിപാതവേക സംക്ഷോഭിതോരക വിഷോച്ഛസിതാംബുരാശി എടുത്തൊരു ചാട്ടം അങ്ങോട്ട് കൊടുത്തപ്പോഴേക്കും എത്ര ദൂരത്തിലേക്കാണ്. ആ തിരമാല പോലെ വെള്ളം ചീറ്റി എല്ലായിടത്തും. അതിൻ്റെ കോലാഹലങ്ങൾ കേട്ടപ്പോൾ തന്നെ ആ കാളിയന് സന്തോഷമായി. എന്താണെന്നറിയോ, എത്തിയല്ലോ എൻ്റെ കണ്ണൻ. ആ കോലാഹലങ്ങൾ, തിരമാലകൾ ഭഗവാൻ വരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു ഭാവങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ വരും. എന്തെന്നില്ലാത്തൊരു ശാന്തതയാണ് വരേണ്ടതെങ്കിൽ ഇവിടെ ശാന്തതയല്ല. കാളീന്തി നദി മുഴുവനും കോലാഹലങ്ങളെ കൊണ്ട്, വലുതായിരിക്കുന്ന തിരമാലകളെ കൊണ്ട് നിറച്ചുകൊണ്ടാണ് ഭഗവാൻ തൻ്റെ വരവ് അറിയിച്ചത്. തം അത്ഭുതം ബാലകം, അത്ഭുതനാണ് കേട്ടോ എൻ്റെ രൂപങ്ങളൊക്കെ, എൻ്റെ ലീലകളൊക്കെ അത്ഭുതമാണ് കേട്ടോ, കണ്ടോളൂ എന്നുള്ള മട്ടിലാണ്. അലൗകികമാണ് ഭഗവാന്റെ ലീലകളെല്ലാം. ആ ഒരൊറ്റ ചാട്ടം കൊണ്ട് തന്നെ കാളിയൻ ഓടി വന്നു. കുപിതനായിരിക്കുന്ന അദ്ദേഹം ആ അതിഗംഭീരമായിട്ടുള്ള ഭാവത്തിൽ ബഹുശൃംഗണ അഞ്ജന ശൈലമിവ, അനവധി ശൃംഗങ്ങളോടുകൂടി ഉള്ളൊരു അഞ്ജന പർവ്വതം പോലെ അതിഭയങ്കരമായിരിക്കുന്ന രൂപത്തിൽ വന്ന് നോക്കിയപ്പോൾ കണ്ണനെ കണ്ടപ്പോൾ അല്പമേ ഉള്ളൂ, അത്ര ഒരു ചാൺ നീളം, അത്രേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ, ഇതിപ്പോൾ ഞാൻ ശരിയാക്കി തരാം. ഭഗവാനെ വന്ന് അങ്ങോട്ട് ആലിംഗനം ചെയ്യാനായിരുന്നു അവന് മോഹം. നമ്മൾ പറയും ഭഗവാനെ കെട്ടി മുറിഞ്ഞ് ഭഗവാനെ കൊല്ലാൻ നോക്കുകയായിരിക്കുന്നത്. അങ്ങനെയൊന്നും ആവില്ല കേട്ടോ. ഗുരുവായൂരപ്പനെ കണ്ടതിൻ്റെ സന്തോഷം ഇപ്പം എന്താ പറയുക. ഉണ്ണികൃഷ്ണനെ കണ്ടാൽ പിന്നെ വേറെ എന്തെങ്കിലും വേണോ? തൻ്റേതായിട്ടുള്ള സകലതും മറന്നുകൊണ്ട് ഓടി വന്നു. കണ്ണനും ഒരല്പകാലം അങ്ങനെ നീന്തി നടന്നു. എന്നെ അങ്ങനെയൊന്നും കിട്ടില്ല കേട്ടോ. യശോദാമ്മയ്ക്ക് പോലും കിട്ടിയില്ലല്ലോ, കേട്ടില്ലേ നേരത്തെ. പിന്നാലെ ഓടി നടന്നു. കൃഷ്ണ ഒന്ന് നിൽക്കുമോ, നീയെ ഒന്ന് പിടിക്കട്ടെ നിന്നെ, അതുമാത്രമേ വേണ്ടൂ. ആ ഏരാകന്ത കണ്ണി, യശോദാമ്മയുടെ കണ്ണുകളെ വിടർന്ന് ഏരാകന്ത കണ്ണി എന്നാണ്. കണ്ണനെ കണ്ട് കണ്ണിന് നല്ല വിടർച്ച വന്നു അത്രേ. താമര പോലെ വിടർന്നപ്പോൾ മറ്റൊന്നും കാണാതെ കണ്ടായി. അങ്ങനെയുള്ള യശോദാമ്മയ്ക്ക് പോലും ഭഗവാൻ പിടികൊടുത്തില്ല. അല്പം ദൂരം എൻ്റെ പിന്നാലെ വരൂ എന്നുള്ള മട്ടിൽ അങ്ങനെ കണ്ണൻ്റെ പിന്നാലെ നടന്ന് എത്ര ഓടിച്ചിട്ടാണ് അവസാനം പിടി കിട്ടിയത്. അങ്ങനെയാണ് ഗുരുവായൂരപ്പൻ്റെ സ്വഭാവം. പെട്ടെന്നൊരു ദിവസം ഭാഗവതം എടുത്താലോ ഒരു ദിവസം നാരായണി എടുത്ത് മടിയിൽ വെച്ചാലോ ഒന്നും കിട്ടുന്ന വസ്തുവല്ല അത്. എത്രയോ കാലം നമ്മൾ പരിശ്രമിക്കണം. നല്ല പ്രേമം വേണം, നല്ല പ്രയത്നം വേണം, നല്ല പ്രാർത്ഥന ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് അവിടുത്തെ പ്രസാദം നമുക്ക് കിട്ടുക. ഇവിടെ ആ പ്രസാദത്തിന് വേണ്ടി അവനും ഭഗവാന്റെ പിന്നാലെ കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണന് തോന്നി എല്ലാവരും വരണതിന് മുമ്പേ തന്നെ ഇവൻ്റെ തലയിൽ കയറണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. നൃത്ത പരിപാടികൾ ആരംഭിക്കണ്ടേ എന്നുള്ള മട്ടിൽ ഭഗവാൻ വേഗം നിന്നങ്ങോട്ട് കൊടുത്തപ്പോൾ ആ വാല് കൊണ്ട് അങ്ങോട്ട് ചുറ്റി വരിഞ്ഞു. അവിടത്തേക്കുണ്ടാവും വല്ല ബുദ്ധിമുട്ടും. അണു ആവാനും ബുദ്ധിമുട്ടില്ല, ബൃഹത്താവാനും അവിടത്തേക്ക് ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു അണുവായിട്ട് മാറിക്കൊണ്ട് ഭഗവാൻ അവൻ്റെ ശിരസിലേക്കൊന്ന് അങ്ങോട്ട് കയറി നിന്നു. തൻ്റെ ഭണങ്ങളങ്ങനെ ചീറ്റിക്കൊണ്ട് തൽ പ്രധ്യമാനവപുഷാ വ്യതിതാത്മഭോഗസ്വക്തോന്നമയ്യ കുപിത സ്വഭണാൻ ഭുജംഗ. തൻ്റെ ഭണങ്ങളൊക്കെ വിടർത്തിക്കൊണ്ട് അതിഭയാനകമായിരിക്കുന്ന രൂപത്തിൽ ഭഗവാനെ എന്തെങ്കിലും ചെയ്യാമെന്നാണോ, ഭഗവാനെ ഉള്ളിലാക്കാമെന്നാണോ, ഭഗവാനെ ചേർത്ത് പിടിക്കാമെന്നാണോ, എന്താണ് വിചാരിച്ചതെന്നറിയില്ല. എന്തായാലും ഭഗവാൻ അതൊക്കെ അങ്ങനെ കൊണ്ട് ശരിക്കൊന്ന് ആസ്വദിച്ചു. എൻ്റെ ഭക്തൻ്റെ ആലിംഗനം, സുദാമാവിനെ ആലിംഗനം ചെയ്ത ഭഗവാൻ ഇവിടെ കാളിയനെയും ആലിംഗനം ചെയ്ത് നിൽക്കാനൊന്നും മടിച്ചില്ല. അവിടത്തേക്ക് അങ്ങനെയൊന്നുമില്ല. ഏത് തരത്തിൽ മനസ്സായാലും അവരെ സ്വീകരിക്കുന്ന ഭഗവാൻ. അല്പസമയം ആ കാളിയൻ അങ്ങനെ ഭഗവാനെ ചുറ്റിപ്പിടഞ്ഞങ്ങനെ നിന്നു. ഒന്ന് നിൽക്കട്ടെ കൃഷ്ണ, ഞാൻ
യശോദാമ്മ കെട്ടിപ്പിടിക്കുന്നത് പോലെ, ഗോപികമാരെ ആലിംഗനം ചെയ്ത് നിൽക്കുന്നത് പോലെ, ഗോപന്മാരെല്ലാം ചേർത്ത് പിടിക്കുന്നത് പോലെ ആ കാളിയനും അല്പനേരം ഭഗവാനെ ചേർത്തൊന്ന് പിടിച്ച് നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടത്തേക്ക് തോന്നി ഇത് ശരിയാവില്ലല്ലോ എന്നുള്ള മട്ടിൽ ആ ഭണത്തിലേക്ക് ചാടിക്കാറിയെന്ന് മാത്രമല്ല, ആ വാലിൽ പിടിച്ചുകൊണ്ട് അനങ്ങാതെ നിൽക്കുമ്പോഴേക്കും വന്നു കഴിഞ്ഞിരിക്കുന്നു ഗോകുലവാസികൾ മുഴുവനും, നന്ദഗോപരും യശോദയും ഗോപികമാരും ഗോപന്മാരും, എന്തു പറയണു, പൈക്കളും പൈക്കുട്ടികളും, ആ കാട്ടിലെ വൃക്ഷലതാദികൾ പോലും എന്തെന്നില്ലാതെ കണ്ടുള്ള ദുർനിമിത്തങ്ങൾ കണ്ട് അവരൊക്കെ ഭയപ്പെട്ടു. എല്ലാവരും ഓടി വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? ഈ കൊച്ചുണ്ണി ഇത്രയും വലിയ പർവ്വതം പോലെ കാണുന്ന കറുത്തിരുണ്ടതായിരിക്കുന്ന കാളിയൻ്റെ ശിരസിൽ നിൽക്കണേ അങ്ങോട്ട് കണ്ടപ്പോൾ എല്ലാവരുടെ ഉള്ളിലൊരു ഭയം തോന്നി. എന്താണോ കൃഷ്ണ, എൻ്റെ കൃഷ്ണൻ എന്താ പറ്റിയതെന്നുള്ള ചിന്തയാണ് എല്ലാവർക്കും ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല എന്നർത്ഥം. അവർ കാളിയനെയല്ല കാണുന്നത്, കാളിന്തിയല്ല അവർ കാണുന്നതെല്ലാം. അവരുടെ മനസ്സിൽ, അവരുടെ കണ്ണിൽ, അവരുടെ ചിന്തയിൽ എല്ലാത്തിലും ഭഗവാൻ മാത്രം. ആ പൊന്നുണ്ണിക്കണ്ണനെ നഷ്ടപ്പെടാൻ അവർക്ക് മോഹമില്ല. അല്പനേരം പോലും കാണാതെ കണ്ടിരിക്കാൻ വയ്യാത്ത ആ പൊന്നുണ്ണിക്കണ്ണൻ ഇത്രയും വലിയ സർപ്പത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ എല്ലാം മറന്ന് അവരെല്ലാം മോഹാലസ്യപ്പെട്ട് വീണു. പലരും കാളിന്തിയിലേക്ക് ചാടാൻ തുടങ്ങുമ്പോൾ കണ്ണൻ്റെ മഹിമ അറിയുന്ന ഒരേ ആളുള്ളൂ, അത് ബലരാമൻ മാത്രം. ഏട്ടൻ തടഞ്ഞു നിർത്തി എല്ലാവരെയും വിഷമിക്കൊന്നും വേണ്ട. കാരണം എനിക്കറിയാലോ എൻ്റെ അനിയൻ എങ്ങനെയാണ്. പ്രഹസ്യ കിഞ്ചിന്നോ വാച പ്രഭാവജ്ഞ അനുജസ്യച്ച. തൻ്റെ അനുജൻ്റെ പ്രഭാവം നന്നായിട്ട് അറിയാവുന്ന ബലരാമൻ എല്ലാവരെയും തടഞ്ഞു നിർത്തിക്കൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു. എന്താ പുഞ്ചിരിച്ചതെന്നറിയോ? കാളിയൻ എന്താ വരാൻ പോണേന്നൊക്കെ നന്നായിട്ട് ആർക്കറിയാം? ബലരാമസ്വാമിക്ക് നന്നായിട്ട് അറിയാം. ഈ കാളിയനല്ല, ഇതിലും വലിയ വലിയ കാളിയന്മാർ വന്നാലും എൻ്റെ പൊന്നുണ്ണിക്കണ്ണൻ്റെ മുമ്പിൽ ഒന്നുമല്ല. കാരണം ഇതിലും എത്രയോ വലിയ അനന്തൻ്റെ തൽപ്പത്തിലാണ് അവിടുത്തെ ശയനം. തന്നിൽ തന്നെയല്ലേ ശയിക്കണത്. അതുകൊണ്ട് അവിടത്തേക്ക് അറിയാം, എത്ര വിഷം വന്നോട്ടെ, എത്ര കേമന്മാർ വന്നോട്ടെ, എൻ്റെ കണ്ണൻ്റെ മുമ്പിൽ ഒന്നുമല്ല എന്നറിയാം. അതുമാത്രമല്ല, ഭഗവാന്റെ കാരുണ്യം, തൻ്റെ പാദസ്പർശങ്ങൾ, തൻ്റെ പാദധൂളികൾ ആ കുപിതനായിരിക്കുന്ന കാളിയൻ്റെ ശിരസിൽ പതിപ്പിക്കാനുള്ള ഭഗവാന്റെ എന്തെന്നില്ലാത്തൊരു ആഗ്രഹം, എന്തെന്നില്ലാത്തൊരു വാത്സല്യം, കാരുണ്യം, അതാ നമുക്ക് കാണേണ്ടത് എന്നർത്ഥം. അല്ലാണ്ട് മറ്റൊന്നും ഇതിൽ കാണുകയേ വേണ്ട. ആ കാളിയനോടുള്ള എന്തെന്നില്ലാത്ത വാത്സല്യം നമ്മുടെ ശിരസിൽ ചവിട്ടുണ്ടായോ ഭഗവാൻ? ഏതെങ്കിലും ഗോപന്മാരുടെയോ ഗോപസ്ത്രീകളുടെയോ ശിരസിൽ വെച്ചോ ഭഗവാൻ? ആ ഗോപികമാർ പറയണു, ആ പാദങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലൊന്ന് വയ്ക്കുമോ കണ്ണാ? ഇനി നമുക്ക് കേൾക്കാൻ പോണത് അതാണ്. ഞങ്ങളുടെ ഹൃദയത്തിലൊന്ന് വയ്ക്കുമോ, ഞങ്ങളുടെ ഈ താപം ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവർക്കൊന്നും കൊടുക്കാത്ത ആ കുഞ്ഞു തൃപ്പാദങ്ങൾ, ആ ജ്ഞാനഗംഗ ഒഴുകുന്ന ആ ശ്രീപാദങ്ങൾ, അത് ദാ കാളിയൻ്റെ ശിരസിൽ ഞങ്ങളെ വച്ചുകൊണ്ട് മനോഹരമായിരിക്കുന്ന നൃത്തം. ആരൂക്ഷ്യതൽ ഭണശതം മണിവൃന്ദമനോഹരം നനർത്ത നടവൽ കൃഷ്ണോ നടവേഷോ മനോഹര ഗായൻ സപ്തസ്വരൈരാഗം സംഗീതം ചസതാളകം. മനോഹരമായിട്ട് തൻ്റെ ആ അരമണികളും കിങ്ങിണികളും വളകളും എല്ലാം ചലിപ്പിച്ചുകൊണ്ട്, ഒരു കൈ കൊണ്ട് വാല് പിടിച്ചുകൊണ്ട്, ഒരു കൈ കൊണ്ട് ആ വേണുഗാനം മുഴക്കിക്കൊണ്ട്, പാദാംബുജോ അഖില കലാദി ഗുരു നനർത്ത. അതിമനോഹരമായിരിക്കുന്ന നൃത്ത പരിപാടികൾ. ഏറ്റവും വലിയ നൃത്തത്തിൻ്റെ ആളാണ് പാർവതി പരമേശ്വരന്മാർ. അവർ മാത്രമല്ല, സകല ആളുകളും ആരൊക്കെയാണോ ഭഗവാന്റെ മനോഹരമായിരിക്കുന്ന നൃത്തം കാണാൻ മോഹിച്ചത്, ലോകം മുഴുവനും അതിന് കാണാൻ വേണ്ടി അങ്ങനെ ആകാശവീഥിയിൽ നിന്ന് കഴിഞ്ഞിരിക്കണു. എല്ലാവരുടെ കയ്യിലുമുണ്ട് വാദ്യമേളങ്ങൾ, മുഴക്കാനുള്ളതെല്ലാം എല്ലാമായിട്ട് വന്നു കഴിഞ്ഞിരിക്കണു. ഭഗവാനാണെങ്കിലോ ഓരോ ഭണത്തിലേക്ക് ചാടുമ്പോഴും ഒരിടത്ത് ശൃംഗാരഭാവമാണെങ്കിൽ അടുത്ത ഭണത്തിലേക്ക് ചാടുമ്പോഴേക്കും അവിടെ ഹാസ്യമായിട്ട് മാറും. അടുത്തയിടത്തേക്ക് കരുണമാകുമ്പോൾ അടുത്തയിടത്ത് രൗദ്രം, അതുപോലെ വീരം, ഭയാനകം, ഭീവത്സം, നവരസങ്ങൾ ഓരോരോ തലത്തിലും ഭഗവാൻ കാണിക്കാൻ തുടങ്ങി. ഏതെല്ലാം രാഗങ്ങളാണോ ആർക്കൊക്കെ പഠിക്കാനുണ്ടോ
പഠിച്ചോളൂ കേട്ടോ. ദാ ഇവിടെ നിന്നുണ്ട് അഖില കലാദിഗുരു. ആ ഭഗവാന്റെ മനോഹരമായിരിക്കുന്ന താളമേളങ്ങൾ, അവിടുത്തെ സംഗീതങ്ങൾ, ഇങ്ങനെ ലോകത്തിനെ മുഴുവനും തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ട് ഒരു നൃത്ത പരിപാടി ഭഗവാന്റെ വക. പക്ഷേ എല്ലാവരും ആനന്ദിച്ചു, ലോകം മുഴുവനും കൃഷ്ണനെ കണ്ട് എല്ലാവരും മോഹിച്ചെങ്കിലും ഒരാൾക്ക് മാത്രം സുഖം ഉണ്ടായില്ല. എന്താണെന്നറിയോ? ഉള്ളിലെ ഈ വിഷങ്ങളൊക്കെ അങ്ങനെ പോയി കിട്ടുമ്പോൾ നമുക്കും അങ്ങനെ തന്നെയാണ്. ഒന്നിനെയും കളയാൻ നമുക്ക് ഇഷ്ടമല്ല. കാമം, ക്രോധം, ലോഭം, അസൂയ, കുനിട്ട്, കുശുമ്പ്, ഏതിനെയും നമുക്ക് കളയാൻ മോഹം. വീണ്ടും വീണ്ടും കൂട്ടിവെക്കണം എന്നല്ലാതെ കണ്ട് ഇതിനെ കളയാൻ മോഹമില്ല. ഇവിടെ അതല്ലാത്രേ. ഓരോന്നോരോന്ന് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ രക്തം മുഖൈരുരുവമൻ നൃപഭഗ്നഗാത്ര സ്മൃത്വാ ചരാചരഗുരും പുരുഷം പുരാണം നാരായണം തം അരണം മനസാ ജഗാമ. ഭഗവാന്റെ ഓരോ പാദങ്ങളും ശിരസിലങ്ങോട്ട് മുട്ടുന്ന സമയത്ത് ഉള്ളിലുണ്ടായിരുന്ന എല്ലാ വിഷവും പോയി കഴിഞ്ഞിരിക്കണു. പോവുക മാത്രമല്ല, ആ ഭണം ഉയർത്താൻ പറ്റാതെ കണ്ടായി. മരണത്തിന് മുമ്പിൽ അങ്ങോട്ട് കണ്ടപ്പോൾ അന്തേ നാരായണ സ്മൃതി. ഇവിടെ ദാ ഭഗവാനെ ഒന്ന് സ്മരിച്ചു. കൃഷ്ണ ഹരേ കൃഷ്ണ നാരായണം തമരണം മനസാ ജഗാമ. ഉള്ളിലുള്ള സകലതും പോയി കിട്ടാൻ ആ ഭഗവാനെ ഒന്ന് അങ്ങോട്ട് വിളിച്ചപ്പോഴേക്കും ആ നാഗപത്നിമാർ കുട്ടികളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഒന്ന് ഭഗവാനെ നമസ്കരിച്ചു. കണ്ണാ ന്യായോഹിദണ്ഡ കൃതകിൽബിഷേസ്മിൻ സവാവതാര ഖലനിഗ്രഹായ റിപോ സുദാനാം അപി തുല്യദൃഷ്ടേർധൽസേദമം ഫലമേവാനുശംസൻ. അവിടുത്തെ അവതാരം തന്നെ ദുഷ്ടനിഗ്രഹമാണ്. അതടിയങ്ങൾക്കറിയാം. അപരാധികൾക്ക് ഉചിതമായിരിക്കുന്ന ദണ്ഡം നൽകുന്നതും ആവശ്യം തന്നെയാണ്. ശത്രുവിനെ കൂടി അവിടുന്ന് അനുഗ്രഹിക്കുകയല്ലേ ചെയ്യണത്. അവിടത്തേക്ക് ആരാണ് ശത്രുവായിട്ടുള്ളത്? എത്ര ശത്രു എന്ന് നമുക്ക് തോന്നുമ്പോഴും അവരെല്ലാം കൂടെ നിർത്താൻ, അവരെല്ലാം അനുഗ്രഹിക്കാൻ അവിടുത്തെ പോലെ വേറെ ആക്കാൻ സാധിക്കണത്. അവിടുത്തെ ക്രോധം പോലും കണ്ണാ അനുഗ്രഹമായിട്ടല്ലേ വരിക. നമുക്കൊക്കെ ഭഗവാന്റെ ഇടയ്ക്കൊരു ക്രോധം വരും. അതാണ് രോഗങ്ങളായിട്ടും ദുഃഖങ്ങളായിട്ടും ദുരിതങ്ങളായിട്ടും ഒക്കെ നമ്മൾ അനുഭവിക്കണില്ലേ പലപ്പോഴും. ഇതെല്ലാം ഭഗവാന്റെ ഒരു തരത്തിലുള്ള ക്രോധമാണ്. എന്തിനു വേണ്ടിയാണെന്നറിയോ? ഒന്നുകൂടി ഒന്ന് വിളിക്കാൻ, എൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞ് ഒന്നുകൂടി ആ പാദങ്ങളെ ഒന്ന് മുറുകെ പിടിക്കാൻ, അവിടുത്തെ വീണ്ടും വീണ്ടും ഒന്ന് ആശ്രയിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കൃഷ്ണ അവിടുത്തെ ക്രോധം പോലും എത്രയോ അനുഗ്രഹമാണ്. ഏത് ജന്മത്തിലെ പുണ്യമാണ് ഗുരുവായൂരപ്പ ഈ ഉള്ളവൻ്റെ ഭർത്താവിൻ്റെ ശിരസിൽ അവിടുത്തെ പാദധൂളികൾ അണിയാൻ ഒരു ഭാഗ്യം കിട്ടിയത്. എത്രയോ ജന്മം, എത്രയോ ആളുകൾ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് കൂടി കൃഷ്ണ ആ പാദങ്ങൾ ഒന്നടിയങ്ങളുടെ ഹൃദയത്തിലൊന്ന് കാണിച്ചു തരുമോ? പാദമൂലം തേ കൃഷ്ണ നിത്യം ചിത്തസ്ഥിതം മേ. ഓരോരുത്തരും മോഹിക്കണു. പക്ഷെ ഇവിടെ ദാ ആ കാളിയൻ്റെ ശിരസിൽ വെച്ച് മനോഹരമായിട്ട് നൃത്തം ചവിട്ടാൻ അവിടത്തേക്കല്ലേ സാധിച്ചോളൂ. ഇത്രയും വാത്സല്യം അവിടുന്ന് കാണിക്കുകയുണ്ടായല്ലോ കൃഷ്ണ. പാദധൂളികൾ അണിഞ്ഞുകൊണ്ട് ആ പാദങ്ങളെ തൻ്റെ മടിയിൽ വെച്ച് സദാ തലോടിക്കൊണ്ടിരിക്കുന്ന ശ്രീലക്ഷ്മിക്ക് പോലും ആ പാദങ്ങളെ ഒന്ന് തൻ്റെ ശിരസിൽ വയ്ക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ദാ തൻ്റെ ഭർത്താവിനത് സാധിച്ചുല്ലോ. ആ ഒരു സന്തോഷം പാദരേണുക്കളെ അത്രമാത്രം വർണ്ണിച്ചുകൊണ്ട് നാഗപത്നിമാർ പറയാം, അവിടുത്തെ ആ അനുഗ്രഹം അതെന്നുമെന്നും ഉണ്ടാവണേ. ഞങ്ങളുടെ ഭർത്താവിനെ സ്ത്രീണാംന സാധുശോച്യാനാം പതി.
ആരാ? അത് അവിടുന്നല്ലേ? ഞങ്ങളുടെ ജാതി സ്വഭാവമല്ലേ ഇതെല്ലാം? പരദ്രോഹ തൽപരരല്ലേ? പരം വയം ഖലാ സഹോൽപത്യാ താമസാ ദീർഘമന്യവ സ്വഭാവോ ദുസ്യജോ നാഥ ലോകാനാം യതസൽഗ്രഹ. ദുരഭിമാനം, ഇതൊക്കെയല്ലേ ഞങ്ങളുടെ ജാത്യാവുള്ള സ്വഭാവങ്ങൾ. ഇതെല്ലാം മാറ്റിത്തരാൻ ആർക്കാ സാധിക്കുക? അവിടത്തേക്കല്ലാതെ കണ്ട് വേറെ ആർക്കെങ്കിലും സാധിക്കുമോ കണ്ണാ? അതുമാത്രമല്ല, മായയുടെ ആധിപത്യം കൊണ്ട് ആ മായയിൽ പെടുക കാരണം അവിദ്യയും വേണ്ടതായിരിക്കുന്ന ജ്ഞാനം പ്രകാശിക്കാത്തത് തന്നെ. വാസനകൾ ധാരാളം അതുകൊണ്ട് കുമിഞ്ഞുകൂടിയിരിക്കണു. ഈ വാസനകളെയൊക്കെ നശിപ്പിക്കാൻ ഒന്നേ വേണ്ടൂ, അവിടുത്തെ പാദങ്ങളെ ഭജിക്കുക, ആ പാദസ്പർശം ഏൽക്കുക, അവിടുത്തെ സ്മരിക്കുക, അവിടുത്തെ കീർത്തിക്കുക. ഇത് തന്നെയല്ലേ വേണ്ടത് കൃഷ്ണ? അതുകൊണ്ട് അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചതായിരിക്കുന്ന കാളിയനെ അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, വളരെ സന്തോഷമായി. ഈ കയറ്റിൽ നിന്ന് നീ പൊക്കോളൂ. എല്ലാവരും രമിപ്പിക്കപ്പെടുന്ന, എല്ലാവർക്കും ആനന്ദം കൊടുക്കുന്ന ആ രമണക ദ്വീപിലേക്ക് യാത്രയായാലും അവിടെ പൊക്കോളൂ. എൻ്റെ പാദധൂളികൾ, എൻ്റെ പാദസ്പർശം നിൻ്റെ ശിരസിൽ പതിഞ്ഞു കിടക്കുന്നിടത്തോളം കാലം ഗരുഡനെന്നല്ല എത്ര കേമന്മാർ വന്നാലും നിന്നെ അനുഗ്രഹിക്കും, അനുഗ്രഹിക്കാണ്ടിരിക്കില്ല. ഭഗവാൻ ഇതാരോടാ പറഞ്ഞതെന്നറിയോ? ഒരു കാളിയനോട് മാത്രമല്ല, കാളക്കൂടവേഷം നിറച്ച് നടക്കുന്ന നമ്മളോട് ഓരോരുത്തരോടും പറയാം, കണ്ണനെ ഉള്ളിൽ കൊണ്ട് നടന്നോളൂ, കണ്ണൻ്റെ തിരുനാമം ജപിച്ച് നടന്നോളൂ, ഈ ഭാഗവതം മടിയിൽ വെച്ചോളൂ, കയ്യിൽ വെച്ചോളൂ, ഹൃദയത്തിൽ ധരിച്ചോളൂ. എല്ലാവരും ആദരിക്കും നമ്മളെ. ഒരാൾ പോലും നമ്മളെ തള്ളി പറയില്ല, ഒരാൾക്കും നമ്മളെ ഉപദ്രവിക്കാൻ സാധിക്കില്ല. നമ്മളെ അനുഗ്രഹിക്കുക മാത്രമേ ഉണ്ടാവുള്ളൂ. സത്യമാണ് എന്ന് പറയുകയാണ്. ഒരു രത്നവ്യാപാരി ഒരിക്കൽ ഒരു രാജാവിൻ്റെ അടുത്ത് നിന്ന് രത്നം വിൽക്കാൻ പോയി അത്രേ. അപ്പോൾ രാജാവ് പറഞ്ഞു, എനിക്ക് തൻ്റെ രത്നമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വഴക്കൊക്കെ പറഞ്ഞ് അയാളെ എപ്പോഴും ഓടിക്കും. അയാൾ വീണ്ടും ജീവിക്കാനല്ലേ രത്നവും കൊണ്ട് ചെല്ലും. അപ്പോഴൊക്കെ രാജാവ് എന്ത് ചെയ്യും? ഇദ്ദേഹത്തിനെ ഓടിച്ചു കളയും. അവസാനം അദ്ദേഹത്തിന് ജീവിതത്തിൽ മടുപ്പായി, രത്നമൊന്നും ആർക്കും വേണ്ട, ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കണ്ട് വന്നപ്പോൾ അദ്ദേഹം രത്നവ്യാപാരം നിർത്തിയിട്ട് പിന്നെ മനസ്സിലൊരു ചിന്ത മാത്രമായി, കൃഷ്ണ. കണ്ണനെ ഭജിക്കാൻ തുടങ്ങി അദ്ദേഹം. നാമം ജപിച്ചുകൊണ്ട് അങ്ങനെ നടക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, പിന്നെ ഓരോ നാടുകളിലും ചെന്ന് അദ്ദേഹം കൃഷ്ണഗീതങ്ങൾ പാടാൻ തുടങ്ങി, കൃഷ്ണനാമം ജപിക്കാൻ തുടങ്ങി, ആളുകളെ മുഴുവനും കൃഷ്ണനിലേക്ക്, ഭഗവാനിലേക്ക് അടുപ്പിക്കാൻ തുടങ്ങി. ഇപ്പം അദ്ദേഹത്തിൻ്റെ കാര്യം എന്താണെന്നറിയോ? കൃഷ്ണലീലകൾ പാടി കുറേ കാലം കഴിഞ്ഞ് അദ്ദേഹം ഒരിക്കൽ ഈ രാജകൊട്ടാരത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ ഒരു സന്യാസിയായിട്ട് ഭഗവാനെ തന്നെ ഭജിച്ചു കൊണ്ടിരിക്കണ കേട്ടപ്പോൾ, ആ ഭജന അങ്ങോട്ട് കേട്ടപ്പോൾ രാജാവിന് എന്തെന്നില്ലാത്ത സന്തോഷം. അദ്ദേഹം പരിവാരങ്ങളോട് കൂടി വന്ന് ഈ സന്യാസിയെ നമസ്കരിച്ചു. അദ്ദേഹത്തിനെ എതിരേറ്റ് കൊണ്ടുപോകാൻ ശ്രമിച്ചു അത്ര കൊട്ടാരത്തിലേക്ക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പണ്ട് ഞാൻ ഒരു രത്നം വിൽക്കാനായിട്ട് അങ്ങയുടെ അടുത്ത് വന്നു, അപ്പം അങ്ങനെ ഓടിച്ചു. ഇപ്പം ഞാൻ ഏത് രത്നം വിൽക്കണമെന്നറിയോ? കല്ലു വേണോ നീല നീറം കോലും നല്ല കല്ലു വേണോ, മല്ല വൈരിപ്പേരോലുന്ന കല്ലു വേണമോ, ഇന്ദ്രനീലമണിവർണ്ണം പൂണ്ടു ലക്ഷ്മി വക്ഷശീലായി സാന്ദ്രമോദം വിളങ്ങുമാ കല്ലു വേണമോ, ഇഹ പരരക്ഷയ്ക്കായി കല്ലു വിൽക്കും ജോലിക്കെന്നെ ഭവസൂനോ ദേശം തോറും ചുറ്റിപ്പിക്കുമോ, നാരായണ 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 രാധാ ഗോവിന്ദ. ആ സന്യാസി പറഞ്ഞു, ഇപ്പം ഞാൻ കൃഷ്ണക്കല്ല വിൽക്കണത്, അതുകൊണ്ടാണ് ഇപ്പം അങ്ങ് എന്നെ ഒന്ന് നമസ്കരിച്ച് എന്നെ എതിരേറ്റ് കൊണ്ടുപോകണതെല്ലാം. ഇവിടെ കാളിയൻ്റെ കഥയും കൊണ്ട് നമുക്കും കാണിച്ചു തരണു. ആ കൃഷ്ണനെ ഉള്ളിലാക്കിക്കോളൂ, കൃഷ്ണപാദങ്ങളെ
നമ്മുടെ ഹൃദയത്തിൽ ധരിച്ചോളൂ. ആ കൃഷ്ണയന്ത്രം അത് ധരിച്ചോളൂ. ഒരിക്കലും നമുക്ക് ദുഃഖം വരില്ല എന്ന് മാത്രമല്ല, നമ്മളെ കൊണ്ടുപൊക്കോളും. ഭഗവാനിങ്ങനെ ഉരൽ വലിച്ചുകൊണ്ട് നടന്നില്ലേ കണ്ണൻ, അല്ലേ? ഉരൽ കൃഷ്ണനെ അല്ല വലിച്ചത്, പിന്നെയോ ഭഗവാൻ ഉരൽ വലിച്ചുകൊണ്ട് അങ്ങനെ നടന്നു. കാട്ടിൽ കൂടിയും മേട്ടിൽ കൂടിയും മുള്ളിൽ കൂടിയും ചെളിയിൽ കൂടിയും ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഉരലിനൊരു ടെൻഷനുമില്ല. എന്താണെന്നറിയോ? ഞാൻ എവിടെയാണ് പെട്ടിരിക്കണത്? ഭഗവാന്റെ കൂടെയല്ലേ. എന്നെ കണ്ണൻ കൊണ്ടുപോയിക്കോട്ടെ, കണ്ണൻ എവിടേക്കാണെന്ന് കൊണ്ടുപോയിക്കോട്ടെ. എൻ്റെ കണ്ണനിൽ നിന്ന് എനിക്കൊന്ന് വിടാണ്ടിരുന്നാൽ മാത്രം മതി. ആ ഉരലിനെ പോലെ ആയിത്തീരണം. ഉരലിന് ഒരു സ്ഥലത്തെ ഇടിയുള്ളൂ, നമുക്കങ്ങനെയല്ല. 4 ഭാഗത്തുനിന്നും ഇടികൊണ്ട് ഒരു പരുവത്തിലായിരിക്കുക നമുക്കെല്ലാം. അതുകൊണ്ട് ഉരലായിരിക്കുന്ന നമ്മളെയും ബന്ധിക്കണം ഭഗവാന്റെ പാദത്തിൽ. കണ്ണൻ കൊണ്ട് നടന്നോളും നമ്മളെ. അതിന് ഒരേ ഒരു മാർഗം മാത്രമേ വേണ്ടൂ. ഈ നാവ് മാത്രമേ നമുക്ക് വേണ്ടൂ. 1 കോടി കോടി തവ തിരുനാമമുള്ളവയിൽ അരുതാത്തതില്ല ഹരിനാരായണായ നമ. മൃദുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതന്നും അഗ്നിയജനം ചെയ്ത ഭൂസുരനും ഹരിനാമകീർത്തനം ഇതൊരു നാളുമാർക്കുമുടനരുതാത്തതല്ല ഹരിനാരായണായ നമ. ഒന്ന് മാത്രമേ നമുക്ക് വേണ്ടൂ. ആ ഭഗവാന്റെ തിരുനാമ ഗംഗയിൽ അതിലങ്ങനെ മുങ്ങാൻ സാധിക്കുക. എന്തും പറയുന്ന ഈ നാവിനെ കൊണ്ട് അല്പസമയമെങ്കിലും ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ഒരു 10 മിനിറ്റ്, എൻ്റെ ഗുരുനാഥൻ പറഞ്ഞ വാക്കതാണ്, 24 മണിക്കൂറിൽ ഒരു 10 മിനിറ്റ് ഭഗവാന് വേണ്ടി അല്ല, നമുക്ക് വേണ്ടിയിട്ട് നാരായണ എന്ന് ജപിച്ച് നോക്കിക്കോളൂ. കണ്ണനുണ്ടാവും നമ്മുടെ കൂടെ സദാസമയത്തും. പിന്നെ ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കില്ല. കാളിയൻ്റെ കൂടെ നടന്നതുപോലെ നമ്മളെവിടെ പോയി ഏത് ഹൃദയത്തിൽ ഒളിച്ചോട്ടെ, അവിടേക്കെല്ലാം ഉണ്ണികൃഷ്ണനെത്തും. ആ ഹൃദയത്തിൽ നിന്ന്, ആ വിഷങ്ങളിൽ നിന്ന്, വിഷമതകളിൽ നിന്ന് ഒക്കെ നമ്മളെ മോചിപ്പിക്കും. ഇപ്പം എന്താ, കാളിയെന്ന് പറഞ്ഞാൽ നമുക്ക് ആരെ ഓർമ്മ വരും? കൃഷ്ണനെ ഓർമ്മ വരും, അല്ലേ? പ്രലംബനെ ചിന്തിച്ചാലും, കംസനെ ചിന്തിച്ചാലും, പൂതനെ ചിന്തിച്ചാലും, രാവണനെ ചിന്തിച്ചാലും, മാരീചനെയോ താടകയോ ശൂർപ്പണകയോ ആരെ ചിന്തിച്ചോളൂ, അവരൊക്കെ അമൃതന്മാരായിട്ട് മാറി. എന്തുകൊണ്ടാണെന്നറിയോ? ഇക്ഷയാ അമൃതവർഷിണ്യ, അമൃതവർഷം വഴിയുന്ന ആ കണ്ണുകളെ കൊണ്ട് കടാക്ഷിച്ചതുകൊണ്ട് അവരൊരിക്കലും മരിക്കണില്ല. അതേപോലെ മരണമില്ലാത്തൊരവസ്ഥ നമുക്കും ഉണ്ടായിത്തീരണം. എന്തിനു പറഞ്ഞു? ഒരു ഗുരുവായൂർ കേശവം പോലും, അല്ലേ? നമുക്ക് അറിയാവുന്ന ഒരു സാധനം അതല്ലേ? എത്രയോ ആനകൾ നമ്മുടെ നാട്ടിലുണ്ട്, എത്രയോ ചെരിഞ്ഞു പോയി. പക്ഷെ ഗുരുവായൂർ കേശവന് പോലെ കിട്ടിയോ പോലെ വേറെ ആർക്കെങ്കിലും കിട്ടിയോ? ഒരാനയായിട്ട് കൂടി ഭഗവാൻ ചേർത്ത് നിർത്തിയില്ലേ? അതോടുകൂടി ഒരിക്കലും ഗുരുവായൂരപ്പനോടൊപ്പം തന്നെ ആ ആനയ്ക്കും സ്ഥാനം കൊടുത്തില്ലേ? എത്ര എത്ര സജ്ജനങ്ങൾ മരിക്കാതെ കണ്ട്. അതേപോലെ ഒരു അമൃതഭാവം നമുക്കും ഉണ്ടാവണം. അതാണ് ഭാഗവതൻ്റെ ലക്ഷ്യം. ഞാനും ഭഗവാനെന്നില്ല, ഞാൻ തന്നെ ഭഗവാൻ എന്ന ആ അദ്വൈത ചിന്ത, അദ്വൈത ഭാവന, അത് നമ്മുടെ മനസ്സിൽ ഉയർന്നു വരട്ടെ. അത് തന്നെയാണ് ഈ മല്ലൂരിൻ്റെ മഹിമയും. അങ്ങനെ ഒരു മഹാത്മാ നമ്മളെ കൈ പിടിച്ച് കൊണ്ടുപോയതെല്ലാം ആ അദ്വൈത ഭാവത്തിലേക്കായിരുന്നു. ഗണപതി എന്നോ കൃഷ്ണനെന്നോ ഭാവവ്യത്യാസമില്ല, എല്ലാം ഒന്ന് തന്നെ. ഗണപതി എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഗണപതി, അത് തന്നെ കാളി, അത് തന്നെ വിഷ്ണു, എല്ലാം ഏതെന്ന് കാണുന്നുണ്ടോ അതെല്ലാം ഒരേ ഒരു വസ്തുവിൻ്റെ പല പല ഭാവങ്ങൾ. വസ്തുവിന് വ്യത്യാസമില്ല, ഭാവത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ. അത് നമുക്ക് കാണിച്ചു തരണു ഭാഗവതത്തിലും. അതിനു വേണ്ടിയിട്ടാണ് പരീക്ഷത്തിനും അനവധി അവതാരങ്ങളെ പറഞ്ഞു കൊടുത്തുകൊണ്ട് എല്ലാ അവതാരങ്ങളും ചേർന്നതായിരിക്കുന്ന ഒരേ ഒരു രൂപം. അതാണ് പീലികൾ തിരുകിയ കാർമുകിൽ കെട്ടും നൽപ്പൊന്നേലസൂക്കിലുങ്ങിടും അറയിൽ മഞ്ഞപ്പട്ടും ചെന്തളിർ കയ്യിലൊരു പൊന്നോടക്കുഴലും ഹന്ത കൈ തൊഴാം അമ്പാടി മണി കുഞ്ഞേ, ഹന്ത കൈ തൊഴാം
അമ്പാടി മണി കുഞ്ഞേ. ആ ശ്രീകൃഷ്ണ ഭഗവാൻ എന്നുമെന്നും നമ്മുടെ ഹൃദയത്തിലുണ്ടാവണേ. സജ്ജനങ്ങളുടെ അനുഗ്രഹം എപ്പോഴും എപ്പോഴും നമ്മളിലുണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഉള്ളവൻ്റെ വാക്ക് ഗുരുവായൂരപ്പൻ്റെയും സജ്ജനങ്ങളുടെയും ഗുരുനാഥൻ്റെയും ഒക്കെ പാദങ്ങളിൽ സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. മള്ളിയൂർ